താങ്കൾ ചോദിച്ചല്ലോ ഈ പിന്നെ മാക്സിമം ഉപദ്രവിക്കുക എന്ന്. അതല്ല, അവിടെ ഗസ്റ്റിന്റെ പെർമിഷനോട് കൂടിയാണ് നമ്മളത് ചെയ്യുന്നത്. രേണുസുതിയോട് ചോദിക്കും, ഇത് ലൈവ് അല്ല. രേണുസുതി ഇപ്പം ഞാൻ ഷിബിനോട് ചോദിക്കും, ഷിബിനെ ഞാൻ ഇന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, ക്വസ്റ്റ്യൻസ് പറയത്തില്ല, പക്ഷേ ഇത് ഇറിറ്റേറ്റഡ് ആവും ചില പോയിന്റ്, പക്ഷേ താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം, ശാരിക സ്റ്റോപ്പ്, അല്ല അല്ല അങ്ങനെ പറയാം. രേണുസുതി ഭയങ്കര കൂളായിരുന്നു. രേണുസുതിയോട് നാട്ടുകാർ ചോദിച്ച ചോദ്യങ്ങൾ അവരുടെ മുഖത്ത് നോക്കി ഞാൻ പച്ചയ്ക്ക് ചോദിച്ചു. അതാണ് അവിടെ ഈ നാട്ടുകാരെ പ്രകോപിപ്പിക്കാനുള്ള കാരണം. അതിനുശേഷം ഈ തെറി പറഞ്ഞവന്മാർക്കൊക്കെ രേണുസുതിന് അങ്ങേറ്റത് ഇഷ്ടം. അതായത് രേണുസുതി പിന്നെ മാലാഖ, ഞാൻ മറ്റേ കൂതറയായി മാറി, ഞാൻ രേണുസുതിയുടെ പകര സ്ഥാനത്തേക്ക് വന്നു, അങ്ങനെയായി മാറി. അതാണ് അവിടെ സംഭവിച്ചത്. പിന്നെ രേണുസുതി പാവാണോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. അവര് നമ്മളെ ഉപദ്രവിച്ചിട്ടില്ല, അവരവരുടെ പ്രൊഫഷൻ ചെയ്ത് അവർ മുന്നോട്ട് പോകുന്നു. നമുക്ക് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് വിടാം. ഒരാൾ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് ഒരു ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ അയാൾ കുറച്ചെങ്കിലും മാന്യമായിട്ട് പെരുമാറണം എന്നുള്ള ഒരു കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് താങ്കൾ അത് ലംഘിച്ചു, ആ ഇന്റർവ്യൂ ലംഘിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ അംഗീകരിക്കും? ഇല്ല, അംഗീകരിക്കത്തില്ല, 100% അംഗീകരിക്കത്തില്ല. കാരണം ആ ഷോ ഡിമാൻഡ്സ് ദാറ്റ്. അതായത് താങ്കളുടെ ചോദ്യം എൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്ന ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, തനിക്ക് അറിയാവുന്ന വല്ല പണിക്കും പൊക്കൂടെ?